ഗൈസ് നമ്മളിന്നൊരു ഫാമിലി ഔട്ടിങ് പോവാണ്. എവിടെയാണ് പോകുന്നത് നന്നുവിൻ്റെ അടുത്ത് ചോദിക്കാം. നന്നു എവിടെയാണോ പോണേ? നീലമേഘങ്ങൾ കൂടുകൂട്ടുമാകാശം നീയേ നീയേ പെയ്തു പെയ്തു തോരാതെ മാറി കാത്തു മാറോരം ഞാനും. അങ്ങനെ നമ്മുടെ വണ്ടി എടുത്ത ശേഷമുള്ള ആദ്യത്തെ 3 പേരും കൂടെ ചേർന്നുള്ള ആദ്യത്തെ യാത്രയാണ് കേട്ടോ. എവിടെയാണ് പോകേണ്ടതെന്ന് കുറേ ആലോചിച്ചു. ഒരു 1-2 ദിവസത്തെ ട്രിപ്പൊക്കെ ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ട് ഞങ്ങളൊരു സൺഡേ ഒറ്റ ദിവസത്തെ ഒരു യാത്ര 1 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ആലോചിച്ച് വന്നപ്പോഴാണ് നമ്മൾ ട്രിവാൻഡ്രംകാർക്ക് എപ്പോഴും നിയറസ്റ്റ് ബെസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം പൊന്മുടിയാണ്. അപ്പോൾ അങ്ങോട്ട് തന്നെ പോകാമെന്ന് കരുതി. രാവിലെ ഒരു 7-7:15 ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു വീട്ടിൽ നിന്ന്. നമുക്ക് ഷോർട്ടസ്റ്റ് വേ ആണ്. ഏകദേശം ഒരു 60-65 കിലോമീറ്റർ വരും. പിന്നെ ഞങ്ങൾ ഈ 3 പേരും കൂടെ ഈ വണ്ടിയിൽ എത്രത്തോളം കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ ഒരു ലോങ് ഡിസ്റ്റൻസ് നമുക്ക് എടുത്താലുള്ളൊരു ടെൻഷനുണ്ട്, അത് എത്രത്തോളം നല്ലതായിട്ട് പോകാൻ പറ്റും. സോ നിയറസ്റ്റ് സ്പോട്ട് തന്നെ നമ്മൾ എടുത്തത് അതുകൊണ്ടാണ്. മെയിൻ റീസൺ അതാണ്. വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റി. 3 പേർക്കും ഈസി ആയിട്ട് കംഫർട്ടബിളായിട്ട് തന്നെ പോകാൻ പറ്റി കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു വിതുരയൊക്കെ എത്തിയപ്പോൾ വിശപ്പ് തട്ടാൻ തുടങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ കണ്ട ഒരു നല്ലൊരു നാടൻ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. സത്യം പറഞ്ഞാൽ വിശപ്പിൻ്റെ വിളിയിൽ ഹോട്ടലിൻ്റെ നെയിം ബോർഡിൻ്റെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. സോ സോറി ഗൈസ്. എന്തായാലും വിതുര ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് തിരിയുമ്പോൾ കാണുന്ന ഫസ്റ്റ് ഹോട്ടലാണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. നോർമലി നമുക്കൊരു 2 മണിക്കൂർ 2.25 മണിക്കൂറിലൊക്കെ നമുക്ക് അവിടെ എത്താൻ പറ്റും. എത്തിയിട്ടുണ്ട് മുന്നേയൊക്കെ. നല്ല മഴ സമയമായിരുന്നതുകൊണ്ട് മഴ പെയ്യുമെന്ന് വിചാരിച്ച പോയത്. പക്ഷെ മഴയൊന്നും അത്ര പ്രശ്നം ഉണ്ടാക്കിയില്ല, ഓക്കെ ആയിരുന്നു. മീൻമുട്ടി വാട്ടർഫോൾസിൻ്റെ അതുവഴിയാണല്ലോ പോകാൻ പറ്റുക. നമ്മൾ അവിടെ ഇറങ്ങണമെന്ന് കരുതിയതാണ്. പിന്നെ വിചാരിച്ചു വെയിലാവും മുന്നേ നമുക്ക് അവിടെ എത്താം, തിരിച്ചു വരുമ്പോൾ ഇവിടെയും കൂടി ഇറങ്ങാമെന്ന് കരുതി. അപ്പം നമ്മുടെ പൊന്മുടിയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് ഇത്. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. ടിക്കറ്റ് റേറ്റ് വരുന്നത് അഡൽസിന് 40 രൂപയും കിഡ്സിന് 20 രൂപയും. പിന്നെ കാറ് ബൈക്ക് സെപ്പറേറ്റ് ആണ്. ബൈക്കിന് വരുന്നത് 20 രൂപയാണ്. അങ്ങനെ ഞങ്ങൾക്കിപ്പോൾ 120 രൂപയായിട്ടുണ്ട് എൻട്രി പാസ് വരുന്നത്. പിന്നെ കംപ്ലീറ്റ്ലി അവർ ചെക്ക് ചെയ്ത് മാത്രമേ എൻട്രി തരത്തുള്ളൂ. പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്, നമുക്ക് ഒന്നും തന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. ഒരുവിധം നല്ല രീതിയിൽ തന്നെയാണ് അവരിത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഈ സ്ഥലമെല്ലാം. സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഹെയർ പിൻ കർവുകളാണ്. ആകെ മൊത്തം 22 ഹെയർ പിൻ കർവാണ് ഉള്ളത്. എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും പറയുകയാണ്. 22 ഹെയർ പിൻ കർവ് നമുക്ക് പൊന്മുടിയിൽ പോകുന്ന വഴിയിൽ നമുക്കുണ്ട്.
സംഗീതം. നീല നീലമേഘങ്ങൾ കൂടുകൂട്ടുമാകാശം നീയേ നീയേ പെയ്തു പെയ്തു തോരാതെ മാറി കാത്ത് മാറോരം ഞാനും ഞാനും ഒരു പൂവിരിഞ്ഞ പോലെ അനുരാഗമെന്ന ജാലം ഒരുപോലെ നമ്മിൽ തളിരായി മെല്ലെ. ഒരുപാട് തവണ നമ്മൾ പൊന്മുടി പോയിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ വിസിറ്റ് ഭയങ്കര സ്പെഷ്യലായിരുന്നു. ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. വേറൊന്നുമല്ല, നിങ്ങൾ ഈ കാണുന്ന കോടയാണ്. മഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള മഞ്ഞ്, നല്ല തണുപ്പ്. നമ്മൾ ഇതുവരെ ഫീൽ ചെയ്യാത്ത ഒരു ക്ലൈമറ്റായിരുന്നു പൊന്മുടിയിൽ ഇത്തവണ ഞങ്ങൾക്ക് കിട്ടിയത്. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇത്രയും നല്ലൊരു ഹിൽ സ്റ്റേഷൻ ഉണ്ടെന്ന് ഇത്രയും ഭംഗിയിലത് കാണാൻ പറ്റിയതും നമുക്ക് ഈ തവണ പോയപ്പോഴാണ്. സത്യം പറഞ്ഞാൽ മൂന്നാറോ കൊടൈക്കനാലോ ഒക്കെ പോകുന്ന ഒരു ഫീല് ഞങ്ങൾക്ക് ഇവിടെ കിട്ടി കേട്ടോ. അനുരാഗമെന്ന ജാലം ഒരുപോലെ നമ്മിൽ തളിരായി മെല്ലെ. എന്നിലാകേതോ മിന്നലാണ് പെണ്ണേ, മുന്നിലായി നീ വന്നാൽ കണ്ണിലാകേതോ. നമ്മൾ 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഇപ്പോൾ കറക്റ്റ് ടൈം 9:30 ആയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. കോണിൽ രാവുറങ്ങി ഞാൻ മോകം നോവറിഞ്ഞിടാതെന്നും നിന്റെ മൂളലൻ ഗാനം കുഞ്ഞു കൊഞ്ചലൻ താളം നീ ഒരാളിതൻ സംഗീതം. നല്ല ക്ലൈമറ്റാണ് പൊന്മുടിയിൽ. മഴയില്ല, എന്നാൽ വെയിലുമില്ല. ടൈം ഇപ്പോൾ 9:30 കഴിഞ്ഞു. പക്ഷേ നൈസാണ്. നല്ല മഞ്ഞൊക്കെ ഉണ്ട്. നല്ല ക്ലൈമറ്റ്. മഴ പെയ്യുമെന്ന് അറിയത്തില്ല. റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. നോക്കാം. നമ്മളെ ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം ഹിൽ സ്റ്റേഷനാണ് ഈ പൊന്മുടി. ഏറ്റവും അടുത്താണ്. എനിക്ക് തോന്നുന്നു വീടിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു 60 കിലോമീറ്ററാണ് ഇവിടേക്കുള്ളത്. പെയ്തു പെയ്തു തോരാതെ മാറി കാത്ത് മാറോരം ഞാനും ഞാനും ഒരു പൂവിരിഞ്ഞ പോലെ അനുരാഗമെന്ന ജാലം ഒരുപോലെ നമ്മിൽ തളിരായി മെല്ലെ.
ബേബി. എവിടെ കയറണ്ട? ഇങ്ങോട്ട് വേണം. നീലമേഘങ്ങൾ കൂടുകൂട്ടുമാകാശം നീയേ നീയേ പെയ്തു പെയ്തു തോരാതെ നമ്മുടെ പൊന്മുടിയിൽ 1-2 ഹിഡൻ സ്പോട്ടുകൾ റീൽസിലും എല്ലാവരും പറഞ്ഞുമൊക്കെ അറിയാം. അപ്പോൾ ഞങ്ങളും അവിടെ ഒന്ന് പോകാമെന്ന് കരുതി. പോയ വഴിക്കാണ് അവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് കണ്ടത്. അപ്പം തന്നെ ഞങ്ങളുടെ ഉള്ളിലെ ചൈൽഡ് ഉണർന്നു എന്ന് പറയാം. സത്യം പറഞ്ഞാൽ ആ പാർക്കിൽ ഞാനും ഹസ്ബൻഡും കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഒരു നാണക്കേടും ഇല്ലാണ്ട് എന്ത് വേണോ ചെയ്യാമെന്നൊരവസ്ഥയായി. പിന്നെ ഒന്നും നോക്കിയില്ല. അവിടെ നിന്ന് ഞങ്ങൾ കളിയും ബഹളവും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു. ഇവനെന്തെന്തു ഭംഗി കണ്ണുമുന്തിരി കാത് വെള്ളരി മുത്തുപുഞ്ചിരി ഇത് കുഞ്ഞനമ്പിളി മെയ്യഴകില് മുത്താകെ മുത്തുന്ന കമ്പിളി നീ അരികില് ചുമ്മാതെ വന്നൊന്നു കൂട്ടിരി ഇവനെന്തെന്തു ഭംഗി എന്റെ അമ്പിളി നിന്റെ അമ്പിളി മുത്തുപുഞ്ചിരി ഇത് കുഞ്ഞനമ്പിളി ഓയ് ലലലലലലലലലലലലേ ഓയ് ലലലലലലലലലലലലേ ലലലലലലലലേ ലലലലലലലേ തന്നനനനേ തന്നനനനേ തന്നനനനേ. ഒരുപാട് റീലിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു ഹിഡൻ സ്പോട്ട്. അങ്ങനെ നമ്മൾ നോക്കി വന്നതാണ്. ആക്ച്വലി ഒരു ഗസ്റ്റ് ഹൗസിൻ്റെ ബാക്കിൽ കൂടിയുള്ള വഴിയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ പറഞ്ഞത്, ഇതുവരെ വന്നിട്ടില്ല. ഭയങ്കര പീസ് ഉള്ളൊരു സ്ഥലം, പക്ഷെ ഒരു ഹൊറർ ലുക്ക് കണ്ടപ്പോഴത്തേക്ക്. കുറച്ചുകൂടി ഇരുട്ടുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും. ഇവിടെയൊക്കെ തകർത്ത് വിളിക്കുകയാണ്. ദേവിതോ അങ്ങ് ദൂരെ നടന്നു വരികയാണ്. നമ്മൾ ആ ഒരു ഹിഡൻ പ്ലേസ് എത്തുന്ന സ്ഥലം ഇതാണേ. ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സ്ഥലം ഇവിടെയാണ് എത്തുന്നത്. ഇതോ അരുവിയൊക്കെ ഉണ്ടെന്നാണ് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നോക്കട്ടെ. ഇവിടുന്നാണ് നമ്മൾ ആ ഹിഡൻ സ്പോട്ടിലേക്ക് പോകേണ്ടത്. ഈ വഴി നേരെ ഇറങ്ങി ചെല്ലണത് ആ പടിക്കെട്ടിലൂടെയുള്ള ആ ഹിഡൻ സ്പോട്ടിലാണ്. ഓക്കെ,
ഞങ്ങളെപ്പോൾ ഈ റൂട്ട് പോയാലും ഇവിടുത്തെ സർബത്ത് മിസ് ചെയ്യാറില്ല കേട്ടോ. നമ്മുടെ ചേച്ചിയുടെ സർബത്ത് കടയിലത് ഭയങ്കര ടേസ്റ്റാണ്. നല്ല ഫ്രഷ് ഫ്രൂട്ട്സും മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് ഒരു ഗ്ലാസ് മേടിച്ചാൽ തന്നെ നമുക്ക് 2 പേർക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ പൊന്മുടി യാത്രയിലെ വിശേഷങ്ങൾ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എങ്ങനെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.